വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം. കുഞ്ഞാടും 144,000 പേരും. പിന്നെ സിയോൻ മലയിൽ കുഞ്ഞാടും നെറ്റിയിൽ കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു. വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയും ശക്തമായ ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. വീണ വായനക്കാർ വീണ മീട്ടുമ്പോഴുണ്ടാകുന്നത് പോലുള്ള ശബ്ദമായിരുന്നു ഞാൻ കേട്ടത്. സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ അവർ പുതിയൊരു പാട്ട് പാടി. ഭൂമിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ ആയിരുന്നു. കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവർ അവിടുത്തെ അനുഗമിക്കുന്നു. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി അവരെ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവരുടെ വായിൽ വ്യാജം ഉണ്ടായിരുന്നില്ല. അവർ നിഷ്കളങ്കരത്രേ. 3 ദൂതന്മാർ. മറ്റൊരു ദൂതൻ മധ്യാകാശത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടു. സകല രാജ്യങ്ങളിലും ഗോത്രങ്ങളിലും ഭാഷകളിലുമുള്ള സമസ്ത ഭൂവാസികളോട് അറിയിക്കുവാനുള്ള നിത്യസുവിശേഷം അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. ദൂതൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയം അടുത്തിരിക്കയാൽ ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുപ്പീൻ. അവിടുത്തെ ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. രണ്ടാമതൊരു ദൂതൻ പിൻചെന്നു വീണുപോയി. തന്റെ ദുർവൃത്തിയുടെ ക്രോധമദ്യം രാഷ്ട്രങ്ങളെ കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. അവരുടെ പിന്നാലെ മൂന്നാമതൊരു ദൂതൻ വന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയും അവന്റെ പ്രതിമയെയും ആരാധിക്കുകയും നെറ്റിയിലോ കൈയിലോ അവന്റെ മുദ്ര പതിക്കുകയും ചെയ്താൽ അവന് ദൈവകോപത്തിന്റെ പാത്രത്തിൽ നിറച്ചിരിക്കുന്ന ദൈവക്രോധമെന്ന വീര്യമുള്ള വീഞ്ഞു കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ തീയിലും ഗന്ധകത്തിലും അവനെ ദണ്ഡിപ്പിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങിക്കൊണ്ടിരിക്കും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്ക് അതിന്റെ നാമത്തിന്റെ മുദ്ര സ്വീകരിക്കുന്നവർക്കും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനകളും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധരുടെ സഹിഷ്ണുത ഇവിടെ ആവശ്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അനുഗ്രഹീതർ. അതെ, അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും എന്ന് ആത്മാവ് പറയുന്നു. ഭൂമിയിലെ കൊയ്ത്ത്. പിന്നെ ഞാൻ കണ്ടത്, ഇതാ ഒരു വെൺമേഘം, അതിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ തലയിൽ സ്വർണ്ണക്കിരീടം, അവന്റെ കയ്യിൽ മൂർച്ചയുള്ള അരിവാൾ. അനന്തരം മറ്റൊരു ദൂതൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും പുറത്തു വന്നു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, കൊയ്ത്തിന് സമയമായി, ഭൂമിയിലെ വിളവ് കൊയ്യുന്നതിന് പാകമായിരിക്കുന്നു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. വേറൊരു ദൂതൻ സ്വർഗത്തിലെ മന്ദിരത്തിൽ നിന്നു വന്നു. അവന്റെ കയ്യിലും മൂർച്ചയുള്ള ഒരു അരിവാൾ ഉണ്ടായിരുന്നു. അഗ്നിയിന്മേൽ അധികാരമുള്ള മറ്റൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്നു വന്നു മൂർച്ചയുള്ള അരിവാൾ പിടിച്ചിരിക്കുന്നവനോട്, നിന്റെ മൂർച്ചയുള്ള അരിവാൾ എടുത്ത് ഭൂമിയിലെ മുന്തിരിവള്ളിയിൽ നിന്നും മുന്തിരിക്കുലകൾ ശേഖരിക്കുക, മുന്തിരിങ്ങ പാകമായിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിച്ചു ദൈവക്രോധത്തിന്റെ വലിയ ചക്കിൽ ഇട്ടു. നഗരത്തിന് പുറത്തുവെച്ച് അവ മുന്തിരിച്ചക്കിൽ മെതിക്കപ്പെട്ടു. ചക്കിൽ നിന്നും രക്തം കുതിരകളുടെ കടിഞ്ഞാൺ വരെ പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി.